Hello friends, welcome to my English classroom. In this class, we are going to discuss about subordination. സെൻറ്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന പ്രധാന രണ്ട് രീതികളാണ് കോർഡിനേഷൻ ആൻഡ് സബോർഡിനേഷൻ. അതിൽ കോർഡിനേഷനെക്കുറിച്ച് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അടുത്ത പ്രധാന സ്ട്രാറ്റജി ആയിട്ടുള്ള സബോർഡിനേഷനെ കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് സബോർഡിനേഷനെ കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലോസുകളെക്കുറിച്ച് നമുക്ക് അറിയണം. ക്ലോസുകളെക്കുറിച്ച് ഇതിന് മുമ്പൊരു ക്ലാസ് നമ്മൾ ചെയ്തിട്ടുള്ളതാണ്. അത് കണ്ടിട്ടില്ലാത്തവർ അത് കണ്ടതിന് ശേഷം മാത്രം സബോർഡിനേഷൻ എന്ന ഈ ക്ലാസ്സിലേക്ക് എൻ്റർ ചെയ്യുക. സോ വൺസ് അഗെയിൻ വെൽക്കം ടു മൈ ക്ലാസ് റൂം. Subordination. Subordination is a grammatical strategy to communicate that one idea in a sentence is more important than the another idea in the same sentence. എന്താണ് സബോർഡിനേഷൻ എന്ന പ്രക്രിയ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. ഇതൊരു ഗ്രമാറ്റിക്കൽ സ്ട്രാറ്റജിയാണ്, അല്ല, ഇതൊരു പ്രക്രിയയാണ്. എന്തിനു വേണ്ടിയിട്ട്? ടു കമ്മ്യൂണിക്കേറ്റ് ദാറ്റ് വൺ ഐഡിയ ഇൻ എ സെൻറ്റൻസ് ഈസ് മോർ ഇമ്പോർട്ടൻറ്റ് ദാൻ ദ അനദർ. ഒരു സെൻറ്റൻസിൽ നമ്മൾ രണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ അതിലൊരു കാര്യത്തിന് പ്രാധാന്യം കൂടുതലുണ്ട് എന്ന് വ്യക്തമാക്കാൻ വേണ്ടിയിട്ടാണ് സബോർഡിനേഷൻ ഉപയോഗിക്കുന്നത്. ഒരേ സെൻറ്റൻസിൽ തന്നെ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ, അതല്ലെങ്കിൽ രണ്ടിൽ കൂടുതൽ കാര്യങ്ങൾ നമ്മൾ പറയുമ്പോൾ അതിലേതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത് എന്ന് നമുക്ക് പറഞ്ഞു തരാൻ വേണ്ടി ഉപയോഗിക്കുന്ന സ്ട്രാറ്റജിയാണ് സബോർഡിനേഷൻ. ടു യൂസ് സബോർഡിനേഷൻ, you place the more important idea in a independent clause and the less important, the subordinate idea in a dependent clause. എങ്ങനെയാണ് ഈ ഇമ്പോർട്ടൻ്റ് ഉള്ളതിനെയും ഇല്ലാത്തതിനെയും വേർതിരിക്കുന്ന സെൻറ്റൻസുകളിൽ? വളരെ സിമ്പിളാണ്. അത് ക്ലോസുകൾ എന്ന് പറയുന്ന ഭാഗത്ത് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ടു യൂസ് സബോർഡിനേഷൻ, ഇത്തരത്തിൽ സബോർഡിനേറ്റ് ആക്കി വെക്കുക എന്ന് പറഞ്ഞാൽ തന്നെ പ്രാധാന്യം കുറച്ച് വെക്കുക എന്നർത്ഥം, അല്ലേ? പ്രാധാന്യം കൂടിയതും കുറഞ്ഞതും അതിൽ കുറച്ച് വെക്കുന്നതിനാണ് സബോർഡിനേഷൻ എന്ന് പറയുന്നത്. യു പ്ലേസ് ദ മോർ ഇമ്പോർട്ടൻ്റ് ഐഡിയ ഇൻ എ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. പ്രത്യേകിച്ച് രണ്ട് കാര്യങ്ങളാണ് ഒരു സെൻറ്റൻസിനകത്ത് നമ്മൾ പറയുന്നതെങ്കിൽ പ്രാധാന്യം കൂടുതൽ ഒരു ഭാഗത്തിന് കൊടുക്കാൻ എന്ത് ചെയ്താൽ മതി? അതിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആയിട്ട് ഉപയോഗിച്ചാൽ മതി. ആൻഡ് ദ ലെസ് ഇമ്പോർട്ടൻറ്റ്, ഇനി താരതമ്യേന പ്രാധാന്യം കുറഞ്ഞ ഭാഗത്തെ എന്ത് ചെയ്യുക? ദ സബോർഡിനേറ്റ്, അതിനെ സബോർഡിനേറ്റ് ആക്കി വയ്ക്കാൻ ഐഡിയ ഇൻ എ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് ഉപയോഗിക്കുന്നത്. അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളിലൂടെയും ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളിലൂടെയുമാണ് ഒരു സെൻറ്റൻസിലെ പ്രധാനപ്പെട്ടതും പ്രധാനം കുറഞ്ഞതുമായിട്ടുള്ള ഭാഗങ്ങളെ വേർതിരിച്ച് വയ്ക്കുന്നത്. ഇങ്ങനെ രണ്ട് ക്ലോസുകളായിട്ട് സെൻറ്റൻസിൽ എഴുതുമ്പോൾ നമ്മൾ ഉപയോഗിക്കേണ്ട പ്രയോഗങ്ങളാണ് സബോർഡിനേഷൻ. എ സബോർഡിനേറ്റ് ക്ലോസ് is a clause that cannot stand alone as a complete sentence. നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഒരു സബോർഡിനേറ്റ് ക്ലോസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ്. സബോർഡിനേറ്റ് ക്ലോസ് ഇൻ എ ക്ലോസ് ദാറ്റ് കനോട്ട് സ്റ്റാൻഡ് ആസ് എ കംപ്ലീറ്റ് സെൻറ്റൻസ്. തീർച്ചയായിട്ടും ഒരു മുഴുനീള സെൻറ്റൻസായി ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത സെൻറ്റൻസുകളെയാണ് നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ എന്ന് പറയാൻ നമ്മൾ പറഞ്ഞു, അല്ലേ? ആ ക്ലോസുകളെ നമുക്ക് എന്തും വിളിക്കാം? സബോർഡിനേറ്റ് ക്ലോസുകൾ എന്നും വിളിക്കാം. പ്രധാനപ്പെട്ട ക്ലോസുകളല്ല, അല്ല, സബോർഡിനേറ്റ് ആണ്, കൂടെ വരുന്നവർ മാത്രമാണ്, അവർക്ക് ഒറ്റയ്ക്ക് നിൽക്കാൻ സാധിക്കില്ല. ഇറ്റ് മിയർലി കോംപ്ലിമെൻറ്റ്സ് എ സെൻറ്റൻസ് മെയിൻ ക്ലോസ്. എന്താണ് ഈ സബോർഡിനേറ്റ് ക്ലോസുകളുടെ ജോലി? ജസ്റ്റ് കോംപ്ലിമെൻറ്റ്സ് എ സെൻറ്റൻസ് മെയിൻ ക്ലോസ്. അതിലെ മെയിൻ ക്ലോസിനെ, ആ സെൻറ്റൻസിനകത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമായ മെയിൻ ക്ലോസിനെ ജസ്റ്റ് കോംപ്ലിമെൻറ്റ് ചെയ്യുക, അതിനെ കുറച്ച് കൂടുതൽ കാര്യങ്ങൾ, അതിനെ സഹായിക്കുന്ന വിധത്തിൽ കൂടുതൽ കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യുക എന്ന് മാത്രമാണ് സബോർഡിനേറ്റ് ക്ലോസുകളുടെ ലക്ഷ്യം. ദെയർബൈ ആഡിങ് ടു ദ വോൾ യൂണിറ്റ് ഓഫ് മീനിങ്. കൃത്യമായ ഒരു മുഴുനീള അർത്ഥം നൽകുക എന്നുള്ളത് മാത്രമാണ്. മെയിൻ ക്ലോസ് ഒറ്റയ്ക്ക് നിൽക്കുന്ന ഒരു ക്ലോസ് തന്നെയാണ്, എന്നാൽ കുറച്ചും കൂടെ കൂടുതൽ അർത്ഥം ആ സെൻറ്റൻസിന് ലഭിക്കുക എന്നത് മാത്രമാണ്, കുറച്ചും കൂടെ കൂടുതൽ എക്സ്പ്ലനേഷൻ മെയിൻ ക്ലോസിന് നൽകുക എന്ന് മാത്രമാണ് സബോർഡിനേറ്റ് ക്ലോസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. A subordinate sentence has the dependent clause with either a subordinating conjunction or a relative pronoun. ഇനി അടുത്തായിട്ട് നമ്മൾ പ്രാധാന്യത്തോടെ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് എങ്ങനെയാണ് ഇത്തരം സബോർഡിനേറ്റ് സെൻറ്റൻസുകൾ ഉണ്ടാക്കുന്നത്.
ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളെ എങ്ങനെയാണ് കണക്ട് ചെയ്യുന്നത് നോക്കാം. എ സബോർഡിനേറ്റ് സെൻറ്റൻസ് ഹാസ് ദ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് വിത്ത് ഐദർ എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കണക്ഷനാണ് അല്ലേ, പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ആൾക്കാരാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ, സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഓർ എ റിലേറ്റീവ് പ്രോനൗൺ. അതല്ലെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന മറ്റൊരു പ്രയോഗമാണ് റിലേറ്റീവ് പ്രോനൗണുകൾ എന്ന് പറയുന്നത്. ഈ രണ്ട് പ്രയോഗങ്ങൾ ഉപയോഗിച്ചിട്ടാണ് ഒരു ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായിട്ട് കണക്ട് ചെയ്തിട്ട് അല്ലെങ്കിൽ ഒരു സബോർഡിനേറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസുമായിട്ട് നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതിൻ്റെ മറ്റ് പേരുകളാണെന്ന് മാത്രം മനസ്സിലാക്കുക. ഡിപ്പെൻഡൻറ്റ് ക്ലോസിനെ സബോർഡിനേറ്റ് എന്നും ഇൻഡിപെൻഡൻറ്റ് ക്ലോസിനെ മെയിൻ ക്ലോസ് എന്നും ഇവിടെ മാറ്റി നൽകിയിരിക്കുന്നു. അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ, സെൻറ്റൻസിലെ അർത്ഥത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് പറയുമ്പോൾ. ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആർ ഓഫ് 2 ടൈപ്സ്. ഇനി നമ്മൾ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ട കാര്യം, 2 രീതിയിലുള്ള ക്ലോസുകളുണ്ടെന്ന് നമ്മൾ പറഞ്ഞു അല്ലേ, മെയിൻ ക്ലോസും സബോർഡിനേറ്റും, അതല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും. ഇനി ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ആർ ഓഫ് 2 ടൈപ്സ്. അതിൽ തന്നെ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ 2 രീതിയിലുണ്ട്. ആഡ്വർബ് ക്ലോസസ് ആൻഡ് അഡ്ജക്റ്റീവ് ക്ലോസസ്. ആഡ്വർബ് ക്ലോസുകളും അഡ്ജക്റ്റീവ് ക്ലോസുകളും. ആ പേരിൽ നിന്ന് കൃത്യമായിട്ട് നമുക്ക് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാവുന്നതാണ് അല്ലേ. ആഡ്വർബ് ക്രിയാവിശേഷണമാണ്, അഡ്ജക്റ്റീവ് നാമവിശേഷണമാണ്. അത്തരത്തിലുള്ള ക്ലോസുകൾ എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആൻ ആഡ്വർബ് ക്ലോസ് സ്റ്റാർട്ട്സ് വിത്ത് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. ഇനി ഇതാണ് നമുക്ക് മനസ്സിലാക്കാനുള്ളത്. ആഡ്വർബ് ക്ലോസ് ആണെങ്കിൽ സ്റ്റാർട്ട്സ് വിത്ത് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. അത്തരത്തിലുള്ള ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചാണ് തുടങ്ങുന്നത്. ആൻ അഡ്ജക്റ്റീവ് ക്ലോസ് സ്റ്റാർട്ട്സ് വിത്ത് എ റിലേറ്റീവ് പ്രോനൗൺ. എന്നാൽ അതൊരു അഡ്ജക്റ്റീവ് ക്ലോസ് ആണെങ്കിൽ, അഡ്ജക്റ്റീവ് അത് നാമത്തിനായിരിക്കും കൂടുതൽ വിശേഷിപ്പിക്കുന്നുണ്ടാവുക. ക്ലോസ് സ്റ്റാർട്ട്സ് വിത്ത് എ റിലേറ്റീവ് പ്രോനൗൺ. അതൊരു റിലേറ്റീവ് പ്രോനൗണുമായിട്ടാണ് ആരംഭിക്കുന്നത്. അതായത് വളരെ സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക, ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്ത ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ 2 രീതിയിലുണ്ട്. ഒന്ന് ആഡ്വർബ് ക്ലോസ്, 2 അഡ്ജക്റ്റീവ് ക്ലോസ്. എങ്ങനെയാണ് ഇവയെ മനസ്സിലാക്കാൻ സാധിക്കുക? ആഡ്വർബ് ക്ലോസ് എന്ന് പറയുന്നത് തുടങ്ങുന്നത് എന്തിലായിരിക്കും? സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിലായിരിക്കും. ഇനി അഡ്ജക്റ്റീവ് ക്ലോസുകൾ എങ്ങനെയായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക? സ്റ്റാർട്ട് വിത്ത് എ റിലേറ്റീവ് പ്രോനൗൺ. അപ്പോൾ നമുക്കിനി കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടത് ആരൊക്കെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നുള്ളതും ആരൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗൺ എന്നുള്ളതും. ഈ ഭാഗങ്ങളെല്ലാം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ളതാണ്. എന്നാലും നമുക്കൊന്നും കൂടെ ഓടിച്ചൊന്ന് നോക്കാം ആരൊക്കെയാണ് ഈ വിഭാഗത്തിൽ വരുന്നത് എന്നുള്ളത്. സബോർഡിനേറ്റ് ക്ലോസസ് വിൽ ഓഫൺ ബിഗിൻ വിത്ത് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ്. നമ്മൾ പറഞ്ഞു സബോർഡിനേറ്റിംഗ് ക്ലോസുകൾ ഇത്തരത്തിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചിട്ടാണ് സാധാരണ രീതിയിൽ തുടങ്ങുക എന്നുള്ളത്. വിച്ച് ആർ വേർഡ്സ് ദാറ്റ് ലിങ്ക് ഡിപ്പെൻഡൻറ്റ് ക്ലോസസ് ടു ഇൻഡിപെൻഡൻറ്റ് ക്ലോസസ്. അല്ലെ, നമുക്കറിയാം ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുമായി കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആൾക്കാരാണ്. ആരൊക്കെയാണ് ഇത് പ്രധാനമായിട്ടുമുള്ള സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്നുള്ളത് നോക്കാം. ഫോർ, ആസ്, സിൻസ്, therefore, hence, consequently, though, due to, provided that, because, unless, once, while, when, whenever, where, wherever, before and after. ഇത്രയും ആൾക്കാരെയാണ് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് എന്ന് ഉപയോഗിക്കുന്നത്. ഇത്തരത്തിൽ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം? ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളായിട്ട് കണക്ട് ചെയ്യാം. അങ്ങനെ കണക്ട് ചെയ്യുമ്പോൾ കൃത്യമായി അതിനെ വിളിക്കുന്ന പേരാണ് ആഡ്വർബ് ക്ലോസ്. സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിച്ച് കണക്ട് ചെയ്യുമ്പോൾ ആഡ്വർബ് ക്ലോസ്. ക്ലിയർ അല്ലേ? ഇനി അടുത്തായിട്ട് നമ്മൾ പറഞ്ഞാണ് അഡ്ജക്റ്റീവ് ക്ലോസ്. അഡ്ജക്റ്റീവ് ക്ലോസുകൾ എന്താണ് ഉപയോഗിക്കുക? റിലേറ്റീവ് പ്രോനൗണാണ്. ആരൊക്കെയാണ് റിലേറ്റീവ് പ്രോനൗണുകൾ? റിലേറ്റീവ് പ്രോനൗൺസ് ആർ ദാറ്റ്, വിച്ച്, who, when, where and whose. ഇത് നമ്മൾ ആൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. റിലേറ്റീവ് പ്രോനൗണുകളാണ് ദാറ്റും, വിച്ച്, ഹൂ, വെൻ, വേർ ആൻഡ് ഹൂസ്. ഇങ്ങനെയെല്ലാം പറയുന്ന സമയത്ത് കൂടുതൽ പ്രാധാന്യം അവിടുത്തെ നൗണിനാണ്. അതുകൊണ്ട് തന്നെ ഇതെന്താണ്? അഡ്ജക്റ്റീവ് ക്ലോസുകൾ എന്നാണ് ഇവരെ വിളിക്കാറുള്ളത്. ഇനി ഇതിൻ്റെ പങ്ക്ച്വേഷനുമായി ബന്ധപ്പെട്ട് ചെറിയൊരു കാര്യം പറയുകയാണെങ്കിൽ, whenever the subordinate otherwise dependent section comes first, a comma
ഈസ് യൂഷ്വലി പുട്ട് ബിറ്റ്വീൻ ദ സബോർഡിനേറ്റ് സെക്ഷൻ ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇനി ഇതിലെ സാധാരണയായിട്ടുള്ള നിയമം പറയാണ്, പങ്ക്ച്വേഷൻ മാർക്കുകൾ ഉപയോഗിക്കുന്നിടത്ത് കൃത്യമായി പാലിക്കേണ്ട രീതി എന്ന് വെച്ചാൽ, വെൻ എവർ ദ സബോർഡിനേറ്റ് സെക്ഷൻ കംസ് ഫസ്റ്റ്, നമുക്കറിയാം സബോർഡിനേറ്റ് സെക്ഷൻ ആദ്യവും വരാം അവസാനവും വരാം. അതായത് ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകൾ നമുക്ക് ആദ്യം എഴുതാം അവസാനം എഴുതാം. അത് നമ്മൾ ക്ലോസുകളുമായി ബന്ധപ്പെട്ട ഭാഗത്ത് പറയുന്നതാണ്. വെൻ എവർ ദ സബോർഡിനേറ്റ് സെക്ഷൻ കംസ് ഫസ്റ്റ്, ആദ്യം സബോർഡിനേറ്റ് ക്ലോസ് അതല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് വരുന്നതെങ്കിൽ, എ കോമ ഈസ് യൂഷ്വലി പുട്ട് ബിറ്റ്വീൻ ദ സബോർഡിനേറ്റ് സെക്ഷൻ ആൻഡ് ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്. ഇത്തരത്തിൽ രണ്ട് ക്ലോസുകൾക്കിടയിൽ നമ്മളൊരു കോമ ഉപയോഗിക്കാറുണ്ട്. ആദ്യം ഉപയോഗിക്കുന്നത് ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസുകൾ അതല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസുകളാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു കോമ രണ്ട് ക്ലോസുകൾക്കിടയിൽ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഒരു ക്ലോസ് കഴിഞ്ഞതിന് ശേഷം ഒരു കോമ ഇടാം. വൈൽ ഇറ്റ് ഈസ് ബെറ്റർ ടു പുട്ട് ദ സബോർഡിനേറ്റ് സെക്ഷൻ ബിഫോർ ദ ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ. ഇത് തന്നെയാണ് ഏറ്റവും നല്ല രീതിയും. ഏത്? ആദ്യം ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് അല്ലെങ്കിൽ സബോർഡിനേറ്റ് ക്ലോസ് ഉപയോഗിക്കുക. ഇറ്റ് ഈസ് ദ ബെറ്റർ ടു പുട്ട് ദ സബോർഡിനേറ്റ് സെക്ഷൻ ബിഫോർ ദ ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ. ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ ഉപയോഗിക്കുന്നതിന് മുമ്പ് ആദ്യം സബോർഡിനേഷൻ സെക്ഷൻ ഉപയോഗിക്കുന്നത് തന്നെയാണ് ഏറ്റവും നല്ലത്. ആദ്യം ഇത്തരത്തിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് എഴുതുക, കോമ ഇടുക, അടുത്തായിട്ട് ഇൻഡിപെൻഡൻറ്റ് സെക്ഷൻ എഴുതുക. അതാണ് ഏറ്റവും നല്ലതായിട്ടുള്ള രീതിയും. എന്നാൽ ദ ഓപ്പോസിറ്റ് ഈസ് പോസിബിൾ. തീർച്ചയായിട്ടും മറ്റ് രീതിയിലും, അതായത് നേരെ തിരിച്ച് ആദ്യം ഇൻഡിപെൻഡൻറ്റും പിന്നെ ഡിപ്പെൻഡൻറ്റും എഴുതുന്ന രീതിയും പോസിബിളുമാണ്. വെൻ ദിസ് ഈസ് ഡൺ, എന്നാൽ അങ്ങനെ നമ്മൾ ചെയ്യുന്ന സമയത്ത് ആദ്യം ഇൻഡിപെൻഡൻറ്റ് പിന്നെ ഡിപ്പെൻഡൻറ്റ് എഴുതുന്ന സമയത്ത് നോ കോമ ഈസ് പുട്ട് ബിറ്റ്വീൻ ദ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആൻഡ് സബോർഡിനേറ്റ് സെക്ഷൻ. സാധാരണയായിട്ട് എന്ത് ചെയ്യാറില്ല, അവർക്ക് തമ്മിൽ വേർതിരിക്കാൻ വേണ്ടിയിട്ട് കോമ ഉപയോഗിക്കണമെന്ന് നിർബന്ധമില്ല. അതായത് ആദ്യം നമ്മൾ ഡിപ്പെൻഡൻറ്റ് ക്ലോസ് ആണ് എഴുതുന്നതെങ്കിൽ പരസ്പരം കോമ ഇട്ടിട്ട് വേർതിരിക്കാം. എന്നാൽ ആദ്യം നമ്മൾ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ് എഴുതുന്നതെങ്കിൽ കോമ ഇട്ട് വേർതിരിക്കേണ്ട ആവശ്യം ഇല്ല എന്നർത്ഥം. ഇനി അവസാനമായി കുറച്ച് ഉദാഹരണങ്ങളിൽ നിന്ന് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസിനെയും റിലേറ്റീവ് പ്രോനൗണിനെയും നമുക്ക് വേർതിരിച്ച് കാണാനാവുന്നുണ്ടോ എന്നുള്ളത് ഒന്ന് നോക്കാം. ഞാൻ കുറച്ച് എക്സാമ്പിൾ പറയാം, നമുക്ക് ഇതാരൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് വൺ, ഐ കനോട്ട് വിയർ ദിസ് ഡ്രസ് ബിക്കോസ് ഇറ്റ് ഈസ് ടു ടൈറ്റ്. സെൻറ്റൻസ് വളരെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഇതൊരു സബോർഡിനേറ്റിംഗ് ക്ലോസും അതുപോലെ തന്നെ മെയിൻ ക്ലോസും അടങ്ങിയ ഒരു സെൻറ്റൻസ് ആണ് അല്ലേ. ഐ കനോട്ട് വിയർ ദിസ് ഡ്രസ് ബിക്കോസ് ഇറ്റ് ഈസ് ടു ടൈറ്റ്. കൃത്യമായിട്ട് നിങ്ങൾക്ക് കാണാം, ഐ കനോട്ട് വിയർ ദിസ് ഡ്രസ് എന്ന് പറയുന്ന മെയിൻ ക്ലോസ്, ബിക്കോസ് ഇറ്റ് ഈസ് ടു ടൈറ്റ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് ക്ലോസ് അല്ലെങ്കിൽ ഇൻഡിപെൻഡൻറ്റും ഡിപ്പെൻഡൻറ്റും രണ്ട് രീതിയിൽ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഇവരെ കണക്ട് ചെയ്യാൻ ഉപയോഗിച്ചിരിക്കുന്ന ആരാണ്? ബിക്കോസ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ് അല്ലേ. ബിക്കോസ് ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്തിരിക്കുന്നത്, ഇവിടെ കണക്ട് ചെയ്തിരിക്കുന്നത്. സോ ഇറ്റ് ഈസ് എ ആഡ്വർബ് ക്ലോസ് അല്ലേ. അതുകൊണ്ട് നമുക്ക് അതിനെന്ത് വിളിക്കാം? ആഡ്വർബ് ക്ലോസ് എന്ന് വിളിക്കാം എന്നുള്ളതും നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സോ ഇതിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് ഐ കനോട്ട് വിയർ ദിസ് ഡ്രസ് എന്നുള്ളതാണ്. ബിക്കോസ് ഇറ്റ് ഈസ് എൻ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കുന്ന ക്ലോസ് ആണ്. ബിക്കോസ് ഇറ്റ് ഈസ് ടു ടൈറ്റ് എന്ന് പറയുന്ന ഭാഗമാണ് ഇവിടുത്തെ സബോർഡിനേറ്റിംഗ് ക്ലോസ്. അതുപോലെ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയാത്തത്. മാത്രമല്ല ഉപയോഗിച്ചിരിക്കുന്നത് ബിക്കോസ് എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷനുമാണ്. അടുത്ത എക്സാമ്പിൾ നോക്കാം. ദിസ് ഈസ് പിങ്കി ഹൂ ഈസ് മൈ കസിൻ. ഇത് പിങ്കിയാണ് അല്ലേ, എൻ്റെ കസിൻ എന്നാണ് നമ്മൾ പറയുന്നത്. ഉപയോഗിച്ചിരിക്കുന്നത് ഹൂ എന്ന പ്രയോഗമാണ്. ഹൂ എന്ന പ്രയോഗം എന്താണ്? ഒരു റിലേറ്റീവ് പ്രോനൗൺ ആണ്. അതായത് ഇവിടെ ഒരു റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചിട്ടാണ് സെൻറ്റൻസിനെ കണക്ട് ചെയ്തിരിക്കുന്നത്. മാത്രമല്ല രണ്ട് ഭാഗങ്ങളുണ്ട്. ദിസ് ഈസ് പിങ്കി എന്ന് പറയുന്ന മെയിൻ ക്ലോസും ഹൂ ഈസ് മൈ കസിൻ എന്ന് പറയുന്ന സബോർഡിനേറ്റിംഗ് ക്ലോസും. ഇനി റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട് ഈ സെൻറ്റൻസുകൾ നമുക്ക് എന്ത് വിളിക്കാം? അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും വിളിക്കാം. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. നമുക്ക് രണ്ട് ഉദാഹരണങ്ങൾ കൂടെ നോക്കാം. ഐ ഈറ്റ് പോപ്കോൺ വെൻ എവർ ഐ വാച്ച് എ മൂവി. ഐ ഈറ്റ് പോപ്കോൺ വെൻ എവർ ഐ വാച്ച് എ മൂവി. ഞാൻ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ പോപ്കോൺ കഴിക്കാറുണ്ട്. കൃത്യമായിട്ട് കാണാം, ഐ ഈറ്റ് പോപ്കോൺ എന്ന് പറയുന്ന മെയിൻ ക്ലോസും വെൻ എവർ ഐ വാച്ച് എ മൂവി എന്ന് പറയുന്ന സബോർഡിനേറ്റ് ക്ലോസും. ഇതിൽ വെൻ എവർ എന്ന പ്രയോഗത്തിലാണ് കണക്ട് ചെയ്തിരിക്കുന്നത് അല്ലേ, സബോർഡിനേഷൻ നടന്നിരിക്കുന്നത്.
ഇറ്റ് ഈസ് എ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ. നമ്മൾ ആൾറെഡി പറഞ്ഞു വെൻ എവർ എന്ന് പറയുന്നത് ഒരു സബോർഡിനേറ്റിംഗ് കൺജങ്ഷനാണ്. അതുകൊണ്ട് തന്നെ ഇതൊരു ആഡ്വർബ് ക്ലോസ് ആണ്. ഐ ഈറ്റ് പോപ്കോൺ എന്ന് പറയുന്നത് മെയിൻ ക്ലോസ്, ഒപ്പം തന്നെ ഇൻഡിപെൻഡൻറ്റ് ക്ലോസ്, ഒറ്റയ്ക്ക് നിൽക്കാൻ കഴിയുന്ന ഭാഗം. വെൻ എവർ ഐ വാച്ച് എ മൂവി, ഞാൻ സിനിമ കാണുമ്പോൾ എന്ന് പറയുന്നത് സബോർഡിനേറ്റിംഗ് ക്ലോസ് അല്ലെങ്കിൽ ഡിപ്പെൻഡൻറ്റ് ക്ലോസ്, കണക്ട് ചെയ്തിരിക്കുന്നത് വെൻ എവർ എന്ന സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻ ഉപയോഗിച്ചുകൊണ്ട്. അവസാനമായുള്ള എക്സാമ്പിളോടെ നോക്കാം. പാരീസ് ഈസ് എ സിറ്റി വിച്ച് ഈസ് ഇൻ ഫ്രാൻസ്. പാരീസ് ഒരു സിറ്റിയാണ്, ഫ്രാൻസിലുള്ള എന്നാണ് പറഞ്ഞിരിക്കുന്നത് അല്ലേ. പാരീസ് ഈസ് എ സിറ്റി വിച്ച് ഈസ് ഇൻ ഫ്രാൻസ് എന്ന് പറയുമ്പോൾ കണക്ട് ചെയ്തിരിക്കുന്നത് സബോർഡിനേഷൻ നടന്നിരിക്കുന്നത് എന്ത് വെച്ചിട്ടാണ്? വിച്ച് എന്ന് ഉപയോഗിച്ചുകൊണ്ടാണ്. വിച്ച് എന്ന് പറയുന്നത് ഒരു റിലേറ്റീവ് പ്രൊനൗൺ ആണ്. ഇതിലെ മെയിൻ ക്ലോസ് എന്ന് പറയുന്നത് പാരീസ് ഈസ് എ സിറ്റി എന്നുള്ളതാണ്. അതൊരു മെയിൻ ക്ലോസ് ആണ്, ഇൻഡിപെൻഡൻറ്റ് ക്ലോസ് ആണ്. വിച്ച് ഈസ് ഇൻ ഫ്രാൻസ്, ഫ്രാൻസിൽ എന്ന് പറയുന്നത് കൃത്യമായിട്ട് നമുക്ക് കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. ഇറ്റ് ഈസ് എ സബോർഡിനേറ്റ് ക്ലോസ് അല്ലേ. അതേയൊപ്പം തന്നെ ഡിപ്പെൻഡൻറ്റ്, കൂടെ നിൽക്കുന്ന ക്ലോസ്, കണക്ട് ചെയ്തിരിക്കുന്നത് വിച്ച് എന്ന റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിച്ചുകൊണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്ലോസുകൾ നമ്മൾ എന്ത് വിളിക്കാറുണ്ട്? അഡ്ജക്റ്റീവ് ക്ലോസ് എന്നും വിളിക്കാറുണ്ട്. ഉദാഹരണങ്ങളിലൂടെ നമ്മൾ പറഞ്ഞ എല്ലാ കാര്യങ്ങളും വ്യക്തമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. സബോർഡിനേഷൻ എന്ന സ്ട്രാറ്റജിയെക്കുറിച്ചാണ് ഈ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്തത്. ഒരു സെൻറ്റൻസിനകത്ത് തന്നെ പ്രാധാന്യമേറിയതും കുറഞ്ഞതുമായ കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചു പറയണമെന്നുണ്ടെങ്കിൽ പരസ്പരം കണക്ട് ചെയ്യുന്ന രീതിയാണ് സബോർഡിനേഷൻ എന്ന് പറയുന്നത്. ഇൻഡിപെൻഡൻറ്റ് ക്ലോസുകളും ഡിപ്പെൻഡൻറ്റ് ക്ലോസുകളും ഉപയോഗിച്ച് പറയുന്ന ഈ രീതി മെയിൻ ക്ലോസ്, സബോർഡിനേറ്റ് ക്ലോസ് എന്ന രീതിയിലും വേർതിരിച്ച് കാണാമെന്ന് ഇവിടെ പറയാണ്. അങ്ങനെ സെൻറ്റൻസുകളെ പരസ്പരം കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസും അതുപോലെ റിലേറ്റീവ് പ്രോനൗണുകളും ഉപയോഗിക്കാം എന്നും ഇവിടെ പറയുന്നു. അങ്ങനെ സബോർഡിനേറ്റിംഗ് കൺജങ്ഷൻസ് ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ ആഡ്വർബ് ക്ലോസ് എന്നും റിലേറ്റീവ് പ്രോനൗൺ ഉപയോഗിക്കുന്നെങ്കിൽ അതിനെ അഡ്ജക്റ്റീവ് ക്ലോസുകൾ എന്നും വിളിക്കാമെന്നുള്ളതും പറഞ്ഞു. സബോർഡിനേഷൻ എന്ന പ്രക്രിയയെക്കുറിച്ച് ഒരു അടിസ്ഥാന ധാരണ ലഭിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുകയാണ്. മറ്റൊരു ടോപ്പിക്കുമായി അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.